ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, SKSM-ന്റെ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും തൗഹീദുമായി ബന്ധപ്പെട്ട മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ആദർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്തു. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യാരംഭം മുതൽ, അഥവാ ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ച കാലം മുതൽ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഒറ്റയും തെറ്റയുമായി എവിടെയെല്ലാം മനുഷ്യർ താമസിച്ചുവോ അവിടേക്കെല്ലാം നബിമാരെ, മുർസലീങ്ങളെ പറഞ്ഞുവിട്ടു. ഒന്നാമത്തെ മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡായ മനുഷ്യൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ചില ഭൗതിക സാമൂഹ്യ നിരീക്ഷകരായ ആളുകൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി, അഥവാ മനുഷ്യൻ മെല്ലെ മെല്ലെ പഠിച്ച് വളർന്ന് വലുതായി വിദ്യാസമ്പന്നരായി അപരിഷ്കൃതരായിരുന്ന ആളുകൾ പിന്നെ പരിഷ്കൃതരായി മാറി എന്ന തിയറിക്കപ്പുറത്താണ് ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചൂണ്ടിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അബുൽ ബശർ അഥവാ മനുഷ്യകുലത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാം തന്നെയും അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, സർവവിജ്ഞാനീയങ്ങളെയും സർവ അറിവുകളെയും സ്വായത്തമാക്കിയ അങ്ങേയറ്റം എഡ്യൂക്കേറ്റഡായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളായി ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ജീവിച്ച മനുഷ്യർ സത്യസന്ധമായ അറിവിൽ നിന്ന് അകന്നു പോവുകയും ഏകനായ റബ്ബിനെ മാത്രം ഇലാഹായി അംഗീകരിച്ച് അവന് മാത്രം ഇബാദത്തുകളും പ്രാർത്ഥനകളും നേർച്ചകളും അർപ്പിക്കുന്നതിന് പകരം അതതു കാലഘട്ടത്തിൽ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ശിർക്കിന്റെ വാഗ്ദാക്കളായി ഏകനായ റബ്ബിന് കൂറുകാരയുണ്ടാക്കുന്ന, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, നിവേദ്യങ്ങൾ ഇത് അള്ളാഹുവല്ലാത്ത ശക്തികൾക്ക് സമർപ്പിക്കുന്ന ഒരു സമൂഹമായി രൂപപ്പെട്ടു. അങ്ങനെ ശിർക്കിന്റെ വാഗ്ദാക്കളായി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടായിത്തീരും. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് തെറ്റി ജീവിക്കുന്ന ഒരു സമൂഹമായി അവർ മാറും. അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ അള്ളാഹുവിന്റെ ദൂതന്മാർ, പ്രവാചകന്മാർ സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നു അവർക്കിടയിൽ ശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. നൂഹ് നബിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം.
950 കൊല്ലക്കാലം നിരന്തരമായി അള്ളാഹുവിന്റെ തൗഹീദ് സമൂഹത്തിനിടയിൽ പറഞ്ഞു നടന്ന ഒരു പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. 950 കൊല്ലക്കാലം നിരന്തരമായി ആ ജനതയോട് തൗഹീദ് പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാതെ തൗഹീദ് ഉൾക്കൊള്ളാതെ ജീവിച്ച ജനതയെ കണ്ടപ്പോൾ മനം നൊന്തുകൊണ്ട് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അള്ളാഹുവേ, നിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളെയും ആസ്വദിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കുകയും എന്നാൽ നിനക്ക് നന്ദികേട് കാണിക്കുകയും ഈ പരിശുദ്ധമായ തൗഹീദിനെ കളവാക്കുകയും ചെയ്യുന്ന ഈ ജനതയിൽ നിന്ന് എന്നെ നീ സഹായിക്കണേ അല്ലാഹ്. തൗഹീദിന്റെ വഴിയിൽ എനിക്ക് നീ സഹായം നൽകണേ എന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്. അല്ലാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് കപ്പൽ നിർമ്മിക്കാൻ ഉള്ള നിർദ്ദേശം നൽകി. ലോക ചരിത്രത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്നൊരു പാഠം അല്ലാഹു ഇതിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ ടെക്നോളജികൾ നൂഹ് അലൈഹിസ്സലാമിന് അല്ലാഹു പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു. പല ആളുകളും ആ സന്ദർഭത്തിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കി പരിഹസിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. എന്താണ്, ഒരിറ്റ് വെള്ളം പോലും ഇല്ലാത്ത ഈ കരയിൽ വലിയൊരു കപ്പൽ പണിയുന്നു, ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന് പണ്ടേ ഭ്രാന്താണ്, ഇപ്പോൾ ആ ഭ്രാന്ത് കൂടിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു പലരും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിച്ചു, ആക്ഷേപിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നൂഹ് അലൈഹിസ്സലാം കപ്പൽ പണിതത്. ആ രംഗം വിശദീകരിച്ചിട്ടുള്ള പറയാണ്, അങ്ങനെ കപ്പൽ നിർമ്മാണമെല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ കൽപ്പനയങ്ങ് വന്നപ്പോ അവർ തീ പുകക്കുന്ന അടുപ്പുകളിൽ നിന്ന് പോലും ഉറവ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. ശക്തമായ പ്രളയം അവിടെ സംഭവിച്ചപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഫസ്ലുക് ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇത്നൈൻ വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും വലാ തുഖാതിബ്നി ഫിൽ ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. ഓ നൂഹ് നബിയെ, താങ്കൾ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഈ 2 ഇണകളെ വീതം ആ കപ്പലിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുക. തങ്ങളുടെ കുടുംബത്തെയും ആ കപ്പലിലേക്ക് കടത്തിക്കൊള്ളുക. എന്നിട്ട് അല്ലാഹു പ്രത്യേകം പറഞ്ഞു, ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും വലാ തുഖാതിബ്നി ഫിൽ ലദീന ളലമൂ. ആ കുടുംബത്തെ കപ്പലിലേക്ക് കടത്തുമ്പോൾ അക്രമികളായ ആളുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് കപ്പലിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അത്തരം ആളുകളുടെ കാര്യത്തിൽ എന്നോട് തർക്കിക്കാൻ വരണ്ട എന്നുകൂടി അള്ളാഹു പ്രത്യേകം പറഞ്ഞു. കാരണം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ പ്രവാചകനായ നൂഹ് നബിയോടൊപ്പം ജീവിച്ച ഭാര്യ തൗഹീദിലുണ്ടായിരുന്നില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ പിറന്ന സ്വന്തം മകൻ നൂഹ് നബിയോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നൂഹ് നബിയുടെ ഭാര്യ കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് കപ്പലിലേക്ക് കയറാൻ വന്നാൽ അനുവാദമില്ല. നൂഹ് നബിയുടെ ചോരയിൽ പിറന്ന മകൻ കപ്പലിൽ കയറാൻ വന്നാൽ അനുവാദമില്ല. അതാ റബ്ബ് പ്രത്യേകം പറയുന്നത്, വലാ തുഖാതിബ്നി ഫിൽ ലദീന ളലമൂ. അക്രമികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കപ്പലിൽ പ്രവേശനമില്ല. അവർ നൂഹിന്റെ മകനാണെന്ന് പറഞ്ഞു വന്നാലും നൂഹിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു വന്നാലും കപ്പലിൽ അവർക്ക് പ്രവേശനമില്ല. ഇന്നഹും മുഗ്റഖൂൻ. അവർ മൊത്തത്തിൽ മുങ്ങിച്ചാകാനുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം.
വെള്ളം ഇങ്ങനെ പൊങ്ങുന്ന നേരത്ത് സ്വന്തം മകനെ മഹാനായ നൂഹ് അലൈഹിസ്സലാം മുന്നിൽ കാണുകയാണ്. ആ സന്ദർഭത്തിൽ നൂഹ് അലൈഹിസ്സലാം സ്നേഹത്തോടെ അവസാന നിമിഷത്തിൽ മകനെ വിളിക്കുന്നുണ്ട്, ഇർകം മഅനാ വലാ തകും മിനൽ ഖാസിരീൻ. പൊന്നുമോനെ, കുഞ്ഞുമോനെ, വിശ്വസിച്ചുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട് നീ കപ്പലിലേക്ക് കടന്നു വാ. ഇർകം മഅനാ, അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന, ഏകത്വം അംഗീകരിക്കുന്ന പരിശുദ്ധരായ മനുഷ്യരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കപ്പലിലേക്ക് മോനെ നീയും കടന്നു വാ എന്ന് ആ പ്രിയപുത്രനെ മകൻ വിളിച്ചപ്പോഴും മകൻ അവിടെ നിന്നുകൊണ്ട് തർക്കിക്കുകയാണ്, കുതന്ത്രം നടത്തുകയാണ്, യുക്തിവാദം നടത്തുകയാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന വന്നു, വഹയ് വന്നു എന്നാണ് നൂഹ് നബി പറയുന്നത്. പക്ഷെ മകൻ യുക്തിവാദം നടത്തുകയാണ്, തെളിവ് സ്വീകരിക്കുകയല്ല, വഹയ് സ്വീകരിക്കുകയല്ല. മകൻ വാപ്പയോട് പറഞ്ഞു, ഉപ്പ നിങ്ങളോടൊപ്പം വരാ, ഞാനില്ല. സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ. ഉപ്പ ഭീഷണിപ്പെടുത്തുന്നത് വെള്ളം പൊങ്ങും എന്നല്ലേ, ആ വെള്ളത്തിൽ ഞങ്ങൾ മുങ്ങിച്ചാകും എന്നല്ലേ, പ്രളയമുണ്ടാകും എന്നൊക്കെയല്ലേ ഉപ്പ നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ, ഈ പ്രളയമൊക്കെ അതിജയിക്കാനുള്ള കഴിവെനിക്കുണ്ട്. വല്ല മലയുടെ മുകളിലും ഞാൻ കയറി നിന്നുകൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളാം. എങ്കിലും നിങ്ങളോടൊപ്പം വരാൻ ഞാനില്ല എന്ന് പറയുന്ന നേരത്ത് ഇതാ വാപ്പ പറയുന്നു, മോനെ ലാ അഅ്സീകൽ യൗമ മിൻ അംരില്ലാഹ്, ഈ ദിവസം അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു പർവ്വതവും ഇല്ല, ഒരു മലയുമില്ല, ഒരു മാമലകളും ഇല്ല, ആരും തന്നെ നിന്നെ രക്ഷപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഇർകം മഅനാ, വേഗത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നുകൊള്ളുക എന്ന് പറയുമ്പോഴും മകൻ തർക്കിച്ചു നിന്നപ്പോ ഖുർആൻ പറയുന്നു, ഫഅല ബൈനഹുമൽ മൗജ്, ആ വാപ്പക്കും മകനും ഇടയിൽ ഒരു തിരമാല വന്നങ്ങ് പൊങ്ങിത്താഴ്ന്നപ്പോ ഫഇന്നഹും മുറഖൂൻ, അല്ലാഹു പറഞ്ഞതുപോലെ തന്നെ മകൻ ഇതാ മുങ്ങിച്ചത്തുപോയി വെള്ളത്തിൽ. നൂഹ് അലൈഹിസ്സലാം ഉടൻ തന്നെ നെഞ്ചത്ത് കൈവച്ച് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഇന്ന ബിനി മിൻ അഹ്ലി, അല്ലാഹ് എന്റെ പൊന്നുമോനല്ലേ അത്, എന്റെ കുടുംബക്കാരനല്ലേ അത്, എന്റെ കുടുംബക്കാരെ കപ്പലിൽ കയറ്റാൻ നീ പറഞ്ഞതാണല്ലോ. ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബമല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹ് പറഞ്ഞു, നിന്റെ കുടുംബക്കാരിപ്പോ കപ്പലിലുണ്ട്, നിന്റെ കുടുംബം തൗഹീദുള്ളവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം സ്വീകരിച്ച ആളുകൾ, അവർ താങ്കളോടൊപ്പം കപ്പലിലുണ്ട്, അവരാണ് നിങ്ങളുടെ കുടുംബക്കാർ. അതുകൊണ്ട് തന്നെ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ, നിന്റെ മകനാണെങ്കിലും ഇണയാണെങ്കിലും ആരാണെങ്കിലും അക്രമികളായ ശിർക്കിന്റെ അഹ്ലുകാരെ കുറിച്ച് എന്നോട് നീ തർക്കിക്കാൻ വരണ്ട. ഇന്നഹും മുറഖൂൻ, അവരാരായിരുന്നാലും മുങ്ങിച്ചാകാനുള്ളവരാണ് എന്ന് അല്ലാഹ് പ്രഖ്യാപിക്കുകയാണ്. അത് അങ്ങനെ തന്നെ നടക്കുകയാണ്. ഈ ഭാഗം അല്ലാഹു വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഫഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക് ഫഖുൽ അൽഹംദുലില്ലാഹി അൽദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅംദ ഖൈറുൽ മുൻസിലീൻ. അല്ലാഹ് പറയാണ്, ആ വെള്ളം വറ്റി അങ്ങനെ ആ കപ്പൽ നല്ല നിലയിൽ ഭൂമിയിൽ ഉറച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ആ കപ്പലിൽ നിന്ന് ഇറങ്ങി വരാം, താങ്കളുടെ കൂടെയുള്ളവർക്കും ഇറങ്ങി വരാം. എന്നിട്ട് നൂഹ് നബിയോട് അല്ലാഹ് പറയാണ്, അങ്ങനെ ഇറങ്ങി വരുമ്പോ അല്ലാഹുവിനെ ഹംദ് പറഞ്ഞേക്കണേ, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, ശിർക്ക് ചെയ്യുന്ന അക്രമികളായ ഒരു ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതി. സലഫികൾ ഈ ആയത്ത് കാണാതെ പഠിച്ചു വെക്കണം. സലഫികൾ ഈ ആയത്ത് ഹൃദ്യസ്ഥമാക്കി വെക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യരുണ്ട്, അവരിൽ പല ആളുകളും മുസ്ലിമായി ജനിക്കാൻ തൗഫീഖ് കിട്ടിയ മനുഷ്യരാണ്. ഐഹിക ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ആ സൗഭാഗ്യം കിട്ടിയ മനുഷ്യരാണ്. അങ്ങനെ മുസ്ലിമായി ജനിച്ചിട്ട് പോലും ആ ശിർക്കിന്റെ പടുകുടിയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്, കുഫ്റിൽ അകപ്പെട്ടു പോയ മനുഷ്യരുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് തന്നെയും അല്ലാഹയല്ലാത്തവരോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് തന്നെയും അല്ലാഹുവല്ലാത്ത ശക്തികൾക്ക്, ഔലിയാക്കൾക്ക്, വലിയുകൾക്ക് നേർച്ച നേരുന്ന മനുഷ്യരുണ്ട്. മാത്രമല്ല പറഞ്ഞു കോഴിക്കോടുള്ള മടവൂർ എന്ന് പറയുന്ന ആ ആളെക്കുറിച്ച് പടച്ചവനാണ് എന്ന് പോലും പറയാൻ മടിയില്ലാത്ത മനുഷ്യരിവിടെയുണ്ട്. കുഫ്റിന്റെയും ശിർക്കിന്റെയും വാതായനങ്ങൾ തുറന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ ആണ്ടുപോയ മനുഷ്യരുണ്ട്. ആ മനുഷ്യരൊക്കെ ഉള്ളപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സലഫിയ്യത്തിന്റെ കപ്പൽ ഒരുക്കി തന്നത്. SKSM എന്ന കപ്പൽ നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. ഈ തൗഹീദിന്റെ വിശുദ്ധമായ വാതായനം അല്ലാഹു നമുക്ക് വേണ്ടി തുറന്നു തന്നത്. എതിർപ്പുകളും ആക്ഷേപങ്ങളും പ്രളയങ്ങളും കൊടുങ്കാറ്റുകളും മഹല്ല് വിലക്കുകളും അപ്രകാരം തന്നെ മാറ്റി നിർത്തലുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട് പരിശുദ്ധമായ തൗഹീദിന്റെ വിശുദ്ധമായ വഴികൾ തേടുകയും അത് സ്വീകരിക്കുകയും സ്വന്തം ശരീരത്തിൽ നിന്ന് തല വേർപെട്ടു പോയാൽ പോലും സ്വജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും ഈ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് ഒരു അണുവിട മാറിപ്പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ തൗഫീക്ക് കിട്ടിയ നമ്മൾ, നൂഹ് നബിക്ക് അല്ലാഹു അന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹംദിന്റെ വചനം പറയാൻ അർഹരാണ്. എന്താണത്? അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ശിർക്ക് ചെയ്യുന്ന ദുൽമിന്റെ അഹ്ലുകാരിൽ പെടുത്താതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. നൂഹ് നബിയോട് പറയാൻ അല്ലാഹു പറയാണ്, അല്ലാഹുവിന് ഹംദ് പറയണം ഈ തൗഹീദിന്റെ പേരിൽ. അല്ലാഹുവിന് സ്തുതി പറയണം ഈ സത്യമാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ, അത് കിട്ടിയതിന്റെ പേരിൽ. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ മുശ്രിക്കുകളായ ശിർക്ക് ചെയ്യുന്ന, അല്ലാഹുവേ നീയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, നിനക്കല്ലാത്തവർക്ക് നേർച്ച നേരുന്ന, അല്ലാഹുവേ പടപ്പുകളെ പൂജിക്കുന്ന മനുഷ്യരിൽ പെടുത്താതെ റബ്ബുൽ ആലമീനായ നിന്നെ മാത്രം ആരാധിക്കുന്ന ജനതയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ നിനക്ക് സ്തുതി പറയുന്നു, ഹംദ് പറയുന്നു, അൽഹംദുലില്ലാ പറയുന്നു. എന്ന് മാത്രമല്ല, നൂഹ് നബിയോടെന്ന് പറഞ്ഞു, വഖുർ റബ്ബി അൻസിൽനി മുൻസലം മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുവേ, ഞങ്ങളെ അനുഗ്രഹീതമായ ഒരിടത്തേക്ക് ഇറക്കി തരണമേ. ഈ കപ്പൽ പ്രളയത്തിനു ശേഷം ഉറക്കുമ്പോ ഏതെങ്കിലും കാട്ടുമുക്കിലോ അതല്ലെങ്കിൽ ഒരു ബർക്കത്തുമില്ലാത്തിടത്തോ ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കരുത്. നേരെ മറിച്ച് റബ്ബി, ഞങ്ങളുടെ രക്ഷിതാവേ റബ്ബേ, അൻസിൽനി മുൻസലം മുബാറക, അനുഗ്രഹീതമായ ബർക്കത്തുള്ള സ്ഥലത്ത് ഞങ്ങളെ നീ ഇറക്കി തരണേ. വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുവേ, ഏറ്റവും നല്ലിടത്ത് ഞങ്ങളെ ഇറക്കുന്നവനാണു നീ, ഞങ്ങൾക്ക് ഖൈറായത് തരുന്നവനാണു നീ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഏറ്റവും നല്ല ഇടത്ത് ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കണേ എന്ന് റബ്ബിനോട് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി എന്ന് ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാതിൻ വ ഇന്നാ കുന്നാ ലമുബ്തലീൻ. തീർച്ചയായും ആ ജീവിതത്തിലും ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗത്തിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലുമെല്ലാം ഉറ്റാലോചിക്കുന്നവർക്ക് നല്ല പാഠങ്ങൾ ധാരാളമുണ്ട്. ധാരാളം പാഠങ്ങളുണ്ട്, ധാരാളം കാര്യം പഠിക്കാനുണ്ട് എന്നല്ല പറഞ്ഞു. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഈ പരിശുദ്ധരായ കപ്പലിൽ കയറിയ മനുഷ്യരെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ബാക്കിയാക്കിയല്ലോ. ഈ നല്ല മനുഷ്യർ മാത്രം, നൂഹ് നബിയുടെ മകനെ പോലും ആ കപ്പലിൽ അല്ലാഹു കയറ്റിയില്ലല്ലോ. നൂഹ് നബിയുടെ ഭാര്യയെ അല്ലാഹു ആ കപ്പലിൽ കയറ്റിയില്ലല്ലോ. അവരെ മുഴുവനും അല്ലാഹു മുക്കിക്കൊന്നല്ലോ. അതിനുശേഷം വിശുദ്ധരായ കപ്പലിലുള്ള മനുഷ്യരല്ലേ ഭൂമിയിൽ വസിച്ചത്? ഏറ്റവും നല്ല തൗഹീദുള്ളവരല്ലേ ഭൂമിയിൽ വസിച്ചത്? എന്നിട്ടല്ല പറയാണ്, ആ രൂപത്തിൽ പരിശുദ്ധരായ കപ്പലിൽ കയറിയ വിശ്വാസികളായ ആളുകളാണ് ഭൂമിയിൽ വസിച്ചതെങ്കിൽ അവരുടെ മക്കളായി, അവരുടെ തലമുറയായി അടുത്ത ജനത ഇവിടെ കടന്നു വന്നു.
നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകളുടെ പിൻഗാമികൾ ഇവിടെ കടന്നു വന്നു. സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ കപ്പലിൽ ഇടം കിട്ടിയ മനുഷ്യരുടെ മക്കൾ ഇവിടെ വന്നപ്പോ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറന്നു കളഞ്ഞു. അവർ തൗഹീദ് മറന്നു. അവർ വീണ്ടും ശിർക്കിലേക്ക് മുഖം കുത്തി വീണു. അവർ വീണ്ടും കുഫ്റിലേക്ക് വീണുപോയി. എന്നിട്ടെന്താ പറയാൻ, ഫഅർസൽനാ ഫീഹിം റസൂലൻ മിൻഹും അൻ അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. അങ്ങനെ നൂഹ് നബിയുടെ പരമ്പരയിൽ ഇവിടെ ജീവിച്ച മനുഷ്യർക്കിടയിലേക്ക് വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വേറെ വരേണ്ടി വന്നു. വല്ലുപ്പാന്റെ ആദർശത്തിൽ അവർ നിന്നില്ല, ഉപ്പാന്റെ ആദർശത്തിൽ അവർ നിന്നില്ല, നൂഹ് നബിയുടെ ആദർശത്തിൽ അവർ നിന്നില്ല. അതിൽ നിന്ന് തെന്നിമാറിയപ്പോ അവരിൽ നിന്നു തന്നെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ തന്നെ വേറെയും നബിമാര് വരേണ്ടി വന്നു. ആ നബി വന്നിട്ട് അവരോട് പറഞ്ഞത് എന്താ? അനഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. അനഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകണേ. വീണ്ടും വഅലാണ്. സാധാരണ സലഫികളോട് മറ്റുള്ള ആളുകൾ ചോദിക്കാറില്ല, നിങ്ങൾക്ക് ഈ തൗഹീദ് അല്ലാതെ വേറൊന്നും പറയാനില്ലേ? എത്ര കാലമായി നിങ്ങൾ ഈ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് ഇത് നിർത്തിക്കൂടെ? വേറെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ആ വിഷയങ്ങൾ തേടി നിങ്ങൾക്ക് അത് പറഞ്ഞ് അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു മറുപടി പറയാണ്, തൗഹീദ് പറയുക എന്നുള്ളത് നിർത്താൻ അള്ളാഹു അവസരം ഒരുക്കില്ല. അത് ലോകാന്ത്യം വരെ ഒരു ഒരു വിഭാഗം ആളുകൾ അത് നിരന്തരമായി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും. അമ്പിയാക്കളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട്, പ്രവാചകന്മാരുടെ വഴി സ്വീകരിച്ചുകൊണ്ട്, നബിമാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് നിരന്തരമായി തൗഹീദ് സമൂഹത്തിൽ പറയിപ്പിച്ചുകൊണ്ടിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് നൂഹ് നബിയുടെ മക്കൾ ആ മക്കൾക്കിടയിലേക്ക് കടന്നു വന്ന് അമ്പിയാക്കൾ അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? പൊതുവിഷയങ്ങളല്ല, നിലവിലെ അവിടുത്തെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തെ കുറിച്ചല്ല, മറ്റേതെങ്കിലും അവരുടെ കുടുംബ പ്രശ്നങ്ങളെ കുറിച്ചല്ല. അടിസ്ഥാനപരമായി ഒരു മനുഷ്യന് ആവശ്യമുള്ള, ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള അടിസ്ഥാന ആദർശം അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ നേർച്ച നേരുന്ന, നിങ്ങൾ അവലംബിക്കുന്ന, നിങ്ങൾ ആവാഹിച്ച് നിങ്ങളുടെ കൽബകത്ത് കൊണ്ടു നടക്കുന്ന സർവശക്തികളെയും വർജിക്കണേ. കാരണം മലക്കും മിൻ ഇലാഹി ആ അല്ലാഹുവിന് പുറമെ വേറെ ഒരു ഇലാഹും നിങ്ങൾക്ക് ഇല്ല തന്നെ. അഫലാ തത്തഖൂൻ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരല്ലേ നിങ്ങൾ? അങ്ങനെ നൂഹ് നബിയുടെ മക്കൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ ആള് വന്നപ്പോ ഉടൻ തന്നെ മറുപടി പ്രസംഗം വന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടാവും. ആ പ്രസംഗം തൗഹീദായിരുന്നു വിഷയം. അത് കഴിഞ്ഞപ്പോ തന്നെ ഒരു മറുപടി പ്രസംഗം ഇവിടെ നടന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്ന് തൗഹീദ് പറഞ്ഞപ്പോ ഉടൻ തന്നെ മറുപടി പ്രസംഗം. ഇത് പുതിയതല്ല, ഇത് പുതിയ ഏർപ്പാടല്ല. ഇത് ഏത് കാലഘട്ടത്തിലും തൗഹീദ് പറഞ്ഞാൽ ഖണ്ഡന പ്രസംഗത്തിന് ആൾ വരും, മറുപടി പറയാൻ ആൾ വരും. നൂഹ് നബിയുടെ മക്കൾ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകളുടെ പിൻഗാമികളായി വന്ന മക്കൾക്കിടയിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്ന് തൗഹീദ് പറഞ്ഞപ്പോ ഖുർആൻ പറയാണ്, അക്കാലഘട്ടത്തിൽ നൂഹ് നബിയുടെ തലമുറയിൽ തൗഹീദ് പറയാൻ വന്ന ജനത്തിന് മറുപടി പറയാൻ അക്കാലഘട്ടത്തിലും ചില ആളുകൾ വന്നു. അവർ ചെറിയ ആൾക്കാരല്ല, നേരെ മറിച്ച് وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. ആ സമയത്ത് നടന്ന മറുപടി പ്രസംഗത്തെ കുറിച്ച് ഖുർആൻ ഉദ്ധരിക്കുകയാണ്. എന്തേ ഖുർആൻ പറഞ്ഞത്? വഖാലൽ മലഉ, അക്കൂട്ടത്തിലെ ചില നേതാക്കളായ ആളുകൾ കടന്നു വന്നു ആ സമൂഹത്തിനിടയിലേക്ക്. എന്നിട്ട് അവർ പറയുന്നു, അതേ വകദ്ദബൂ ബിലിഖാഇൽ ആഖിറതി, പടച്ചവനെ പേടിയില്ലാത്ത, പരലോക ബോധമില്ലാത്ത കുറെ ആളുകൾ രംഗത്ത് വന്നിട്ട് ദുനിയാവിന് അമിതമായ പ്രാധാന്യം കാണുന്ന കുറെ ദുനിയാ പ്രേമികൾ കടന്നു വന്നിട്ട് അന്ന് മറുപടി പറയുന്നു, മാ ഹാദാ ഇല്ലാ ബശറും മിഥ്ലുക്കും
യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ. നിങ്ങൾക്ക് തൗഹീദ് പറയാൻ വന്ന കുറച്ച് ഉണക്ക മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്കിടയിൽ തൗഹീദ് പറയാൻ വന്ന കുറച്ച് ഉണങ്ങിയ മനുഷ്യന്മാരെ. യഅകുലു മിമ്മാ തഅകുലൂൻ, നിങ്ങൾ തിന്നുന്നത് തന്നെയാണ് അവർ തിന്നുന്നത്. വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നത് പോലെയാണ് അവർ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നിങ്ങൾക്കിടയിൽ നടക്കുന്ന ആള് അയാളാ നബി എന്ന് പറഞ്ഞു വരുന്നത്, റസൂൽ എന്ന് പറഞ്ഞു വരുന്നത് വല്ല മലക്കുമാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഇത് നിങ്ങളെപ്പോലെ മാർക്കറ്റിൽ പോകുന്ന, നിങ്ങളെപ്പോലെ ബിസിനസ് ചെയ്യുന്ന, നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, നിങ്ങളെപ്പോലെ വിസർജിക്കുന്ന, നിങ്ങളെപ്പോലെ ശ്വസിക്കുന്ന ചില ആളുകൾ എന്തോ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് കണ്ടില്ലയോ? വലഇൻ അതഅതും ബശറൻ മിസ്ലകും ഇന്നകും ഇദൽ ഖാസിറൂൻ. ഇവര് പറയുന്ന ഈ തൗഹീദ് സ്വീകരിച്ചാൽ, അവര് പറയുന്ന അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ആശയം നിങ്ങൾ സ്വീകരിച്ചാൽ, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന സർവശക്തികളെയും ഒഴിവാക്കണമെന്ന ആദർശം നിങ്ങൾ സ്വീകരിച്ചാൽ ഇന്നകും ഇദൽ ഖാസിറൂൻ, നിങ്ങൾ തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും, നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അവര് പറയുന്നതൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല, അവരെ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് അന്ന് പ്രസംഗിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയാണ്. എന്നിട്ട് അവർ നബിമാരോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്നത്? അള്ളാനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അയഅദുകും അന്നകും ഇദാ മിത്തും വകുന്തും തുറാബൻ വഇലാമൻ അന്നകും മുഖ്റജൂൻ ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. എന്തൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഒരു മനുഷ്യൻ മരിച്ചിട്ടവനെ ഖബറടക്കിയാൽ, മണ്ണിൽ കുഴിച്ചിട്ടു കഴിഞ്ഞാൽ അവന്റെ മാംസം മുഴുവൻ ആ മണ്ണിലേക്ക് അഴുകിച്ചേർന്നിട്ട് അവസാനം അസ്ഥിപഞ്ചരങ്ങളായി അവൻ മാറി, അതേ കേവലം അസ്ഥികളായി അവൻ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ഖബറിൽ നിന്ന്, ആ എല്ലും തുണ്ടമായിരുന്ന അവസ്ഥയിൽ നിന്ന് അന്നകും മുഖ്റജൂൻ, നിങ്ങൾ രണ്ടാമത് പുറത്തു വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഹൈഹാത് ഹൈഹാത ലിമാ തുഅദൂൻ. ഓ ഭയങ്കരം തന്നെ, എന്തൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ വാഗ്ദാനം ചെയ്യുന്നത്? ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊതീൻ. ഇവര് പറയുന്നത് പോലൊന്നുമില്ല, ഒരു പരലോകമൊന്നുമില്ല, ഒരു പടച്ചോനോ ഒരു പരലോകോ ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ, ഇവിടെ നമ്മൾ ജീവിക്കുന്നു, ഇവിടെ നാം മരിക്കുന്നു എന്നല്ലാതെ വമാ നഹ്നു ബിമബ്ഊതീൻ, നമുക്കൊരു പരലോകമൊന്നുമില്ല. ലോകത്ത് കടന്നു വന്ന മെറ്റീരിയലിസ്റ്റുകളായ ഭൗതികവാദികളായ ആളുകൾ എക്കാലഘട്ടത്തിലും പറഞ്ഞ വാദം വിശുദ്ധ ഖുർആൻ 3ഓളം സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഈ രൂപത്തിൽ എടുത്തു ധരിക്കുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പരലോകമൊന്നുമില്ല, മനുഷ്യന് വരാനുള്ള ഒരു ജീവിതമൊന്നുമില്ല. നമ്മളിവിടെ എങ്ങനെയോ പ്രകൃതിയുടെ വികൃതി, മായുഹ്ലികുനാ ഇല്ലദ്ദഹർ, കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഒരു വികൃതിയാണ് ഇതെല്ലാം. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇതൊക്കെ ഒരു പരിണാമ രൂപത്തിൽ, ഒരു എവല്യൂഷൻ തിയറിയിൽ അങ്ങ് സംഭവിച്ചു പോകുന്നു എന്നല്ലാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം ഒരു ജീവിതമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വാദം, ഒരു ചിന്ത ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ, തൗഹീദിനെതിരെ, അതുപോലെ ആഖിറത്തിനെതിരെ ആളുകൾ രംഗത്ത് കടന്നു വന്നു. അവിടെയാണ് പ്രവാചകന്മാർ ഏറ്റവും അധികം ബുദ്ധിപരമായി, വൈജ്ഞാനികമായി ജനങ്ങളോട് സംവദിച്ചത്, ജനങ്ങളോട് സംസാരിച്ച്. ജനങ്ങളോട് എന്നും സംസാരിക്കേണ്ടത് ഈമാനികമായ കാര്യങ്ങളാണ്, അടിസ്ഥാനപരമായി. ജനങ്ങളോട് എപ്പോഴും പറയേണ്ടത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഭൗതികവാദികൾ, മെറ്റീരിയലിസ്റ്റുകൾ, നമ്മുടെ നാട്ടിൽ നവനാസ്തികരായ ആളുകൾ, അല്ലെ, പല പേരുകളിലാണ് അവർ രംഗത്ത് വരുന്നത്. അള്ളാഹുവിനെ, റസൂലിനെ ഒക്കെ ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞ്, ആക്ഷേപിച്ച് രംഗത്ത് വരുന്ന ആളുകൾ. അവരാ പറയുന്നത് ഇതൊക്കെ മനുഷ്യന്റെ മരണഭയം, അത് ചൂഷണം ചെയ്യാൻ, അതിൽ തട്ടിപ്പ് നടത്താൻ മതമേലാളന്മാർ ഉണ്ടാക്കിയെടുക്കുന്ന സങ്കല്പങ്ങളാണ് എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോ ബുദ്ധിപരമായിട്ട് അല്ലാഹു ഈ ആഖിറത്തിനെ നിഷേധിക്കുന്ന, തൗഹീദിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടി പറയും.
അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം സൂറത്ത് യാസീൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അബലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫഹ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആരാണ് ഖാലിഖായവൻ, ആരാണ് സൃഷ്ടാവെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. അൽ ഖാലിഖു ഹുവല്ലാഹ്, ഖാലിഖായവൻ അല്ലാഹയാണ്, പടച്ചവൻ അല്ലാഹയാണ്, സൃഷ്ടാവ് അല്ലാഹയാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ ക്രിയേറ്റർ അല്ലാഹയാണ്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹയാണ്. ആ ഭൂമിയിൽ അല്ലാഹു മനുഷ്യനെയും പടച്ചു, അതുപോലെ തന്നെ ജീവജാലങ്ങളെയും പടച്ചു. പരസ്പര ബന്ധിതമായി കൂടെ റബ്ബ് സംസാരിക്കുന്നത് തൗഹീദും റിസാലത്തും ആഖിറത്തും പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ ഖാലിഖായ റബ്ബ് അവന്റെ ഖൽഖിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നു, അവന്റെ വഹ്ദാനിയത്ത് പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലൂടെ അത് വിശദീകരിച്ചു. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. കാണാവുന്ന തൂണുകളില്ലാതെ ആകാശത്തെ പടച്ചവനാണ് അല്ലാഹു. മനസ്സിലാക്കണം, ചില ആളുകൾ ഇപ്പൊ പറയുന്നത് ആകാശം ഇല്ലല്ലോ എന്നാണ്. ആകാശമുണ്ടോ? ആകാശത്തെ പടച്ചു എന്ന് പറയണമെങ്കിൽ ആകാശമുണ്ടോ എന്ന് ചോദിക്കാൻ ചില ആളുകൾ. ആകാശമുണ്ടോ? പിന്നെ സ്കൈ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്തിനാണ്? ആകാശം എന്ന് മലയാളത്തിൽ പറയുന്നത് എന്തിനാ? സമാ എന്ന് അറബിയിൽ പറയുന്നത് എന്തിനാ? അപ്പൊ ചിലര് രംഗത്ത് വന്നിട്ട് ആകാശമില്ല, ആകാശമില്ലെന്ന് പറയുന്ന ആരാ? ആകാശത്ത് പോയി നോക്കി വന്നിട്ട് പറയുന്നതാണോ? അല്ല. ആകാശം കാണാൻ ഇവന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഭൂമിയിൽ നിന്ന് തന്നെ 60 കിലോമീറ്റർ മേപ്പോട്ട് പോയാൽ, ഇവിടെ നേരെ കുത്തനെ ഒരു 60 കിലോമീറ്റർ നേരെ കാസർഗോട്ടേക്കോ കോഴിക്കോട്ടേക്കോ അങ്ങോട്ട് പോകുന്നതിന് പകരം നേരെ മേപ്പോട്ട് ഒരാൾ പോയാൽ 60 കിലോമീറ്റർ മൂളിപ്പോയാൽ ഇവൻ കിടന്ന് വട്ടം കറങ്ങും. ആര്? ഈ മനുഷ്യൻ. ബഹിരാകാശത്ത് എന്നാൽ അവിടെ ശ്വസിക്കാനില്ല, നടക്കാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യൻ അവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം പ്രകാശവർഷം എന്നാ പറയാ. പ്രകാശവർഷങ്ങൾ അകലെയുള്ള ആകാശമില്ല എന്ന് ഇവിടുന്ന് പ്രസ്താവിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയാ ബിമസാബിഹ വജഅൽനാഹാ അർജൂമൻ ലിശ്ശയാതീൻ. ഒന്നാം ആകാശത്തിന്റെ അലങ്കാരമായി അള്ളാഹു സംവിധാനിച്ചതാണ് ആകാശത്തെ നക്ഷത്രങ്ങള്, ക്ലസ്റ്ററുകള്, കോടാനക്കോടി നക്ഷത്ര കൂട്ടങ്ങള്, ഗാലക്സികള്, നക്ഷത്ര സമൂഹങ്ങള്. ഇതെന്താണ്? വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയാ ബിമസാബിഹ്. ഒന്നാം ആകാശത്തിന്റെ അലങ്കാരങ്ങളാണ്. എന്നുവെച്ചാൽ ഒരു കല്യാണ വീട് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, അവിടെ പുറത്തിങ്ങനെ നല്ല ലൈറ്റ് ഉണ്ടാവും, അലങ്കാര ലൈറ്റ്. എന്നുവെച്ചാല് അതിന്റെ ഉള്ളിലാ കല്യാണം, അതിന് കുറെ അത്തോട്ട് വരണം കല്യാണത്തിന്. ഇത് പുറത്തുനിന്ന് റോഡുമേന്ന് വിളക്ക് കാണുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ വെട്ടം കാണുകയാണ്. ഇതുപോലെ ആ നക്ഷത്രങ്ങൾ, ആ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിലേക്ക് പോലും നീ കയറി ചെന്നിട്ടുണ്ടോ? ഇല്ല. അതുപോലും കണ്ടിട്ടുണ്ടോ പൂർണ്ണമായി? ഇല്ല. അപ്പോ അള്ളാഹുവിന്റെ റബ്ബിന്റെ സൃഷ്ടിയിൽ ഏറ്റവും വലിയ സൃഷ്ടികളിൽ ഒന്നായ ആകാശത്തെ ചൂണ്ടി അല്ലാഹു പറയാണ്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. തൂണുകളില്ലാതെ, കാണാവുന്ന തൂണുകളില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും. നിങ്ങളുമായി ഭൂമി ചാഞ്ഞു പോകുമെന്നതിനാൽ, ചരിഞ്ഞു പോകുമെന്നതിനാൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഭൂമിയുടെ ആകൃതി ഒരു ഓവൽ ഷേപ്പിലുള്ള ഭൂമി. ആ ഭൂമി അതിശീഘ്രം കറങ്ങുന്നുണ്ട്. ഒന്നിലധികം കറക്കങ്ങൾ ഭൂമിയിലുണ്ട്. ആ ഭൂമി ഇങ്ങനെ നിങ്ങളുമായി കറങ്ങുമ്പോ, അതിശീഘ്രം കറങ്ങുമ്പോ, അതേ നിങ്ങളുമായി ഭൂമി ചാഞ്ഞു പോകുമെന്നതിനാൽ, ചരിഞ്ഞു പോകുമെന്നതിനാൽ, പർവ്വതങ്ങളെ നാട്ടി ഭൂമിക്ക് ബാലൻസ് ചെയ്തവനാണ് അല്ലാഹു.
മനസ്സിലാക്കണം, ഭൂമിയുടെ ബാലൻസിംഗിന് വേണ്ടി പർവ്വതങ്ങളെ നാട്ടിയവനാണ് അല്ലാഹു. നിങ്ങളിപ്പോ ചൊവ്വയിൽ പോയി എത്തി നോക്കുന്നു, ചന്ദ്രനിൽ പോയി നോക്കുന്നു, എന്ന് അന്വേഷിക്കുന്നത് അവിടെ ജീവനുണ്ടോ, വെള്ളത്തിന്റെ അംശമുണ്ടോ എന്നാ നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ, ഭൂമിയിലോ നിങ്ങൾ ഒരു വിരൽ തുമ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സൂചി മോന കൊണ്ട് സ്പർശിക്കുന്നിടത്ത് പോലും ജീവജാലങ്ങളുണ്ട്. സർവവിധ ജീവജാലങ്ങളെയും ഭൂമിയിൽ വാരി വിതറിയവനാണ് അല്ലാഹു. മാത്രമല്ല നിങ്ങളുടെ ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു പൊന്താൻ വേണ്ടിയിട്ട്, ഭൂമിയെ തണുപ്പിക്കാൻ അവിടെ ജീവൻ നിലനിർത്തുവാൻ വാനലോകത്തിൽ നിന്ന് വെള്ളമിറക്കിയവനാണ്, അഥവാ മഴ പെയ്ച്ചവനാണ് അല്ലാഹു. അതുവഴി മാന്യമായ ഇണകളിലായി ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിച്ചവനാണ് അല്ലാഹു. ഇത് പറഞ്ഞിട്ട് അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ അത്? വിശാല വിസ്തൃതമായ വാനലോകത്തെ ചൂണ്ടി, ആ വാനത്തിന് ചുവട്ടിൽ അല്ലാഹു വാരി വിതറിയാൻ അനന്തകോടി നക്ഷത്രങ്ങളെ ചൂണ്ടി, വിശാലമായ ഭൂമിയെ ചൂണ്ടി, ഭൂമിയിലെ കോടാനക്കോടി ജീവജാലങ്ങളെ ചൂണ്ടി, മാമലകളെയും കാനനങ്ങളെയും കാട്ടാറുകളെയും അലർവിളിക്കുന്ന സമുദ്രത്തെയും ആ സമുദ്രത്തിന്റെ അടിയിൽ ഊളിയിട്ട് നടക്കുന്ന കോടാനക്കോടി ജീവജാലങ്ങളെയും അങ്ങനെ കരയിലെയും കടലിലെയും സർവമാന വസ്തുക്കളെയും ചൂണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ഇതൊക്കെ അല്ലാഹുവിന്റെ പടപ്പുകളാണ്, ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരൂ. കോഴിക്കോട്ടെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ച് 33 കൊല്ലം മുമ്പ് മരിച്ചുപോയ, പിന്നെ കൊണ്ടുപോയി കുഴിയെടുത്തിട്ട് ആ കബറിലിട്ട് മൂടിപ്പോന്ന മടവൂർ ശൈഖാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിടുവായുത്തം പറയുന്ന സർവ്വമൂല്യന്മാരോടും അല്ലാഹ് ചോദിക്കുകയാണ്, ഈ മടവൂര് പടച്ച ഏതെങ്കിലും ഒന്നൊന്ന് കാണിച്ചു തരുമോ? ഒരു ഈച്ചയെ കാണിച്ചാൽ മതി. മുദബ്ബിറുൽ ആലം ലോകത്തെ നിയന്ത്രിക്കണൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു ഈച്ചയെ പടച്ചത്, മടവൂര് പടച്ചൊരു ഈച്ച കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു പറഞ്ഞു, ഒരു ഈച്ചയെ പോലും അവർ പടച്ചിട്ടില്ല, ഒരു ഈച്ചയെ പോലും അവർ പടച്ചിട്ടില്ല. ഇനി അവരെല്ലാം കൂടി കൂടിയാല് ഈ പറയുന്ന മുനമ്പത്തെ ബീവിയും മടവൂരത്തെ ഹോജയും ഏർവാടിയിലെ തങ്ങളും ഭീമാ ബീവിയും അങ്ങനെ സർവരും കൂടെ കൂടിയിരുന്നിട്ട് ഒരു ഈച്ചയെ പടക്കാൻ പറ്റുമോ? റബ്ബിന്റെ ചോദ്യമാണ്, ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ലോകത്ത് അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന സർവ്വ മൂർത്തികളും സർവ്വ ബീവിമാരും സർവ്വ ബാബമാരും സർവ്വ ശൈഖന്മാരും സർവ്വ ഔലിയാക്കളും സർവ്വ നബിമാരും എല്ലാവരും കൂടിയിരുന്നിട്ട് ഒരു ഈച്ചയെ പടക്കാൻ കഴിയുമോ? അല്ലാഹു പറഞ്ഞു, ലയഖ്ലുഖു ദുബാബാ. ഒരു ഈച്ചയെ പോലും അവരെ പടച്ചിട്ടില്ല, പടക്കുകയും ഇല്ല. കാരണം ഇന്നൽ ഖാലിഖ ഹുവല്ലാഹു, സൃഷ്ടാവ് ഖാലിഖ് അല്ലാഹ് മാത്രമാണ്, റബ്ബാണ് പടച്ചവൻ. ആ റബ്ബ് പടച്ചവനാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ പരലോകം അംഗീകരിക്കാൻ എന്താണോ പ്രയാസം? അതാ റബ്ബ് പറയുന്നത്, റബ്ബ് ചോദിക്കുന്നത്. വലിയ വീമ്പിളക്ക് വരുന്ന ആജാനബാഹുവായ ശാസ്ത്രജ്ഞനായ PhD എടുത്ത ഡോക്ടറേറ്റ് നേടിയ മനുഷ്യരോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. അതോടെ എല്ലാ മുസ്ലിം പോയി, എല്ലാ ജാടയും പോയി, എല്ലാ കോട്ടും പോയി, ആകെ നാണക്കേടായി. ആർക്ക്? മനുഷ്യന്. വലിയ ആളാണ്, വലിയ സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് എന്നൊക്കെ വാദിച്ചു വന്നവനോട് ഖുർആൻ ചോദിക്കും, എവിടെ ഇരിക്ക്, ആരാ നീ? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. നുത്ഫത്തിൽ ഒരു കണമായിരുന്നല്ലോ നീ. പോയില്ലേ? പോയില്ലേ? ജാടകൾ അവസാനിച്ചില്ലേ? ഖിബർ അവസാനിച്ചില്ലേ? മുമ്പൊരിക്കൽ മുഹല്ലബ് എന്ന് പറയുന്ന മുഹല്ലബ് ഇബ്നു അബീ സുഫ്ര എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം ഗവർണറായി, സിറിയയിലോ മറ്റുമാണ് ഗവർണറായി. അദ്ദേഹം ഇങ്ങനെ ഗവർണർ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരിക്കൽ കണ്ടതുപോലെ ഒരാള് 15 ലക്ഷത്തിന്റെ 15 കോടിയുടെയോ അല്ലെങ്കിൽ 150 കോടിയുടെയോ ഒരു കുപ്പായം തയ്പ്പിച്ചിട്ടില്ല. 15 ലക്ഷത്തിന്റെ കുപ്പായം, കോട്ട്.
മൂപ്പരുടെ പേരൊക്കെ ഇങ്ങനെ ലൈലിൽ സ്വർണ്ണലിപിയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് 15 ലക്ഷത്തിന്റെയോ മറ്റൊരു കോട്ട് മൂപ്പര് വാങ്ങിയിട്ട്. ഇതുപോലെ ഈ മുഹല്ലബ് എന്ന് പറയുന്ന ഗവർണറായി കഴിഞ്ഞപ്പോ അതിന്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് വലിയൊരു കുപ്പായം ധരിച്ചു. അപ്പൊ മുത്തരിഫ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മനുഷ്യനെ കണ്ടു, ഈ ഗവർണറെ കണ്ടപ്പോ ചോദിച്ചു, യാ അബ്ദുല്ലാഹ് മാ ഹാദിഹിൽ മശിയ, എന്താണോ ഈ കാണിക്കുന്നത്, എന്തൊക്കെയായി ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കോപം വരുത്തി വെക്കുന്ന പണിയാണല്ലോ ഈ കാണിക്കുന്നത്. ഗവർണർക്ക് എത്രയോ ഗവർണർമാർ ലോകത്തുണ്ട്, ഖലീഫമാരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ലോകം 20ഓളം വരുന്ന രാഷ്ട്രങ്ങൾ ഭരിച്ച ഖലീഫമാരില്ലേ, അവരൊക്കെ എത്ര വിനയമുള്ള മനുഷ്യരാണ്. ഒരു ഗവർണർ പോസ്റ്റ് കിട്ടിയപ്പോ ഈ ജാതി കിബർ കാണിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോ മറ്റേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ വിചാരിച്ചു, എന്നെ നിനക്ക് തിരിഞ്ഞില്ലേ, ഞാൻ ആരാന്ന് മനസ്സിലാക്കാതെയാണോ സംസാരിക്കുന്നത് എന്നൊരൽപ്പം ഗൗരവത്തോടെ ഈ മുഹല്ലബ് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, തരീഫ് പറഞ്ഞു, നഅം, നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളെ അറിയാതെ ചോദിച്ചതല്ല, നിങ്ങൾ ആരാന്നും നിങ്ങൾ എന്താണെന്നും ഇനി എങ്ങോട്ടൊക്കെ പോകുമെന്നൊക്കെ നന്നായി അറിയുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു മുഹല്ലബിന്, ആരാണ് നീന്നോ, നിങ്ങളെ അറിയാനിക്കുന്നിട്ട് ആദ്യം നിങ്ങൾ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിൽ ഒരു കണമായിരുന്നടോ, നീ ആരാന്ന് എന്നോട് ചോദിക്കും, എനിക്കറിയാതെന്നെ, നീ ആ ഇന്ദ്രിയത്തിലെ കണമായിരുന്നു. നാളെ നീ എന്താകും എന്നറിയോ, നാളെ ഖബറിൽ അഴുകിക്കിടക്കുന്ന ഒരു മയ്യിത്താണോ നീ ആരാന്ന് എന്നോട് ചോദിക്കാമോ, എനിക്കറിഞ്ഞൂടെ നിന്നെ. നാളെ നാളെ ആറടി മണ്ണിന് കീഴെ അഴുകിക്കിടക്കുന്നൊരു മയ്യത്ത് മാത്രമാണ് നീ. അത് രണ്ടിന്റെയും ഇടയിൽ ഇപ്പോ തലയുയർത്തി നീ നിൽക്കുന്നുവല്ലോ. ഇപ്പോ നിന്റെ അവസ്ഥ, നീ യഥാർത്ഥത്തിൽ വിസർജ്യം ചുമക്കുന്ന, മലം ചുമക്കുന്ന ഒരു പെട്ടിയാണ്. വിസർജ്യം ചുമക്കുന്ന ഒരു പെട്ടിയാണു നീ, അതല്ലാതെ അതിന്റെ പുറം ഒന്നുമല്ല നീ. ഇത് പറഞ്ഞപ്പോ അപ്പൊ തന്നെ മുമ്പൊരു കോട്ട് ഇങ്ങനെ ഊരി അവിടെ മാറ്റിവെച്ചു, കോട്ട് ഊരി മാറ്റിവെച്ചു. കരുന്നിച്ചാല് അയ്യേ ഞാൻ ഇതാണോ എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. ഈ ചിന്തയാണ് പിന്നീട് മഹ്മൂദുൽ വറാഖ് കവിതയാക്കി പറഞ്ഞത്. അജിബതു മിൻ മുഅജബിൻ ബിസൂറതിഹി വകാന ഫിൽ അസ്ലി നുത്ഫതൻ മദിറ നുത്ഫതൻ മദിറ വഹുവ ഗദം ബഅദ ഹുസ്നി സൂറതിഹി യസീറു ഫിൽ ലഹദി ജീഫതൻ കദിറ വഹുവ അലാ തീഹിഹി വനഖവതിഹി മാ ബൈന തൗബൈഹി യഹ്മിലുൽ ലദിറ. ഓ മനുഷ്യരെ, സ്വന്തം പ്രൗഢി പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യരെ, അടിസ്ഥാനപരമായി നീ ഒരു ബീജഗണമായിരുന്നു ഇന്നലെ. നാളെ ഈ അവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ട് നിന്റെ എല്ലാ മസിലും ഉരുകിത്തീർന്ന മണ്ണിലേക്ക് ചേർന്നുകൊണ്ട് നാളെ ആ ലഹദിൽ, ആ ഖബറിൽ, ആ ഇടുങ്ങിയ ഖബറിൽ അതേ ചീഞ്ഞു നാറിക്കിടക്കാനുള്ളവനാണ് നീ. അത് രണ്ടിനുമിടയിൽ കോട്ടിട്ട് നടക്കുന്ന, കുപ്പായം ഇട്ട് നടക്കുന്ന, വിസർജ്യം ചുമക്കുന്ന ഒരു പെട്ടിയാണ് നീ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഭൗതിക ലോകത്ത് പ്രൗഢി, എന്ത് പ്രൗഢിയാണ് മനുഷ്യന് ഭൗതിക ലോകത്തുള്ളത്, എന്ത് പ്രൗഢിയാണ് മനുഷ്യന് ഭൗതിക ലോകത്തുള്ളത്. അപ്പൊ മനുഷ്യൻ അടിസ്ഥാനപരമായി ഈ രൂപത്തിൽ വളരെ നിസ്സാരനാണെന്ന ബോധം നൽകുകയാണ് മുഹമ്മദുൽ വറാഖ്. ആ കവിത പിന്നെ മലയാളത്തിലായി. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ അണ്ടത്തോടുള്ള ശുജാഇ മുസ്ലിയാർ അദ്ദേഹം സഫലമാല എഴുതിയപ്പോ മുഹമ്മദുൽ വറാഖിന്റെ ഈ കവിത അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ആ പറഞ്ഞത്, പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നോ ഒരു കൊട്ട, പെട്ടാലോ ചത്തേ ചകമ്മല്ലേ പൊട്ട, പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ട. അദ്ദേഹം മനുഷ്യരെ നോക്കിയിട്ട് വിളിച്ചത് പൊട്ട. യഥാർത്ഥത്തിൽ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, നീ മുന്നാലെ തുള്ളി പിഞ്ചോരക്കട്ട, ഒരു ചോരക്കട്ടയായിരുന്നു നീ.
എന്നിട്ടോ പിന്നിന്ന് കാട്ടം ചുമന്ന ഒരു കൊട്ട, ഇന്നോ കാട്ടം ചുമന്നു നടക്കുന്ന ഒരു കൊട്ടയാണു നീ, പെട്ടിയാണ് നീ. കാട്ടം ചുമന്നു നടക്കുന്ന ഒരു പെട്ടിയാണു നീ. ഇനിയോ പെട്ടാലോ ചത്തേ ജഗമല്ലേ പൊട്ടാ. ഇതാ നിന്റെ ഹൃദയമിടിപ്പിൽ അവസാനിച്ച് നിലത്ത് വീണ് മരിച്ചാൽ പിന്നെ നിന്നെ ആരാടോ സെക്രട്ടറി എന്ന് വിളിക്കുന്നത്, ആരാ ഖത്തീബ് എന്ന് വിളിക്കുന്നത്, ആരാ പ്രഗത്ഭ വാഗ്മി എന്ന് വിളിക്കുന്നത്, ആരാ പ്രഭാഷക എന്ന് വിളിക്കുന്നത്, ആരാ ഉസ്താദെ എന്ന് വിളിക്കുന്നത്, ആരാ തങ്ങളെ എന്ന് വിളിക്കുന്നത്? ഇല്ല. പെട്ടാലോ ചത്തേ ചകമല്ലേ പൊട്ടാ, പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ടാ. വീണു മരിച്ചു കഴിഞ്ഞാൽ കേവലം മയ്യത്ത് മാത്രമാണു നീ. പക്ഷേ അത് സമ്മതിച്ചിരുന്നുണ്ടോ? അത് അംഗീകരിച്ചിരുന്നുണ്ടോ? ഇല്ല. വീണ്ടും കിബർ കാണിക്കുകയാണ്, വീണ്ടും ജാട കാണിക്കുകയാണ്. മാത്രല്ല അങ്ങനൊക്കെ ഉണ്ടാകും എന്റെ കാര്യത്തിൽ എന്ന് വിശ്വാസമില്ലാത്തതുപോലെ ഒരു പ്രൗഢി കാണിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ അറിയാത്ത പോലെ, ഇതൊന്നും അറിയാത്തതുപോലെ, ഇതൊന്നും സംഭവിക്കാത്തതുപോലെ നടിക്കുകയാണ് നീ. അതാ പിന്നെ ചോദിച്ചത്, പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ടാ, പന്തം പിടിച്ചാൽ ഫജ്റാമ പൊട്ടാ. നട്ടുച്ച നേരത്ത്, ഉച്ച നേരത്ത്, സൂര്യൻ ദുഹറിന്റെ നേരത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഇയാള് കണ്ണടച്ചിട്ട് പറയാണ് ഇപ്പൊ പാതിരാത്രിയാണ്. അതുകൊണ്ട് നീ കണ്ണടച്ചാൽ രാത്രിയാകുമോ? നീ രാത്രി എന്ന് പറഞ്ഞാൽ ഈ ഉച്ചനേരത്ത് രാത്രി എന്ന് പറഞ്ഞ രാത്രിയാകുമോ? പന്തം പൊടിച്ചാൽ ഫജ്റാമ പൊട്ടാ. രാത്രി 12 മണിക്ക് ഒരുത്തൊരു പന്തം കത്തിച്ചു പറയും ഇപ്പോ ഉച്ചയാണ്, ദുഹറാണ് എന്ന് പറഞ്ഞാൽ നീ പന്തം പിടിച്ചത് കൊണ്ട് ദുഹറാവോ? ഇല്ല. അപ്പോ നീ ഇത് സമ്മതിക്കാതെ, ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ നടന്നത് കൊണ്ട് ഇതൊന്നും സംഭവിക്കാതിരിക്കില്ല. അപ്പോ അടിസ്ഥാനപരമായി മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യർ മനസ്സിലാക്കണം, ഞാൻ ഇത്രയ്ക്കുള്ളൂ. കുറെ മന്തിയും വലിച്ചു വാരി കയറ്റി, കുറെ ബിരിയാണിയും തിന്ന്, കുറെ തടിയും വെച്ച് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. എന്നിട്ട് വലിയ ആളാന്ന് പറയാ. ഒരു ചുക്കുമല്ല, ഒരു പെട്ടിയാകുന്നു നീ. അതും മലം ചുമക്കുന്ന ഒരു പെട്ടിയാകുന്നു നീ. ഇവിടെ നിന്ന് മനുഷ്യർ ഉയരണം, വളരണം, ഉയർന്നു വളരണം. ആ ഉയർന്നു വളരണമെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച്, അവന്റെ ജീവിതത്തെ സംബന്ധിച്ച കൃത്യമായ അറിവ് മനുഷ്യൻ നേടണം. ആ അറിവ് നേടുക മാത്രമല്ല, ആ രൂപത്തിൽ ഉയരാനുള്ള വഴികളെ സംബന്ധിച്ച് മനുഷ്യൻ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മനുഷ്യന് ഉയരാനും വളരാനുമുള്ള വഴി ലോകത്തുണ്ടെങ്കിൽ അത് തൗഹീദ് മാത്രമാണ്. അങ്ങനെ ഒരു മനുഷ്യന് ഉയരാനും വളരാനും കഴിയുന്ന ഒരു ആദർശം ലോകത്തുണ്ടെങ്കിൽ അത് തൗഹീദ് മാത്രമാണ്. കാരണം ഒരു മനുഷ്യന്റെ മാറ്റം സാധ്യമാകുന്നത്, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നില്ലേ? എന്തേ റസൂല് പറഞ്ഞത്? എന്റെ വാപ്പ നല്ല ആളാണ്, മുവഹിദാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. എന്റെ ഉമ്മ നല്ല സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. എന്റെ ഭാര്യയും മക്കളും നല്ലവരാണെന്നുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്സിറൂനൽ ഹയാത الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. നമ്മളെല്ലാവരും കേട്ട്, പ്രത്യേകിച്ച് ജുമഅയിലും അതുപോലെ തന്നെ രാത്രി നിസ്കാരങ്ങളിലുമൊക്കെ ആവർത്തിച്ച് ഓതിക്കേട്ട് കാണാതെ പഠിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅലയിലെ അവസാന വാചകത്തിൽ അല്ലാഹു പറഞ്ഞില്ലയോ, അത് ഏതൊരു മനുഷ്യൻ സ്വയം തസ്കിയത്ത് നേടിയോ, സംസ്കരണം നേടിയോ, സ്വന്തമായ വിശുദ്ധി നേടിയോ, അവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവൻ. അവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവൻ. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരാണ് വിജയിച്ചവരെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ. എന്നാൽ നിങ്ങൾ ഐഹിക ലോക ജീവിതത്തിനാണ് അമിതമായ പ്രാധാന്യം കാണുന്നത്. നിങ്ങൾ വില കൽപ്പിക്കുന്നത് ഈ 4.25 ദുനിയാവിനാണ് നിങ്ങൾ അമിതമായ പ്രാധാന്യം കാണുന്നത്. എന്നാൽ വൽ ആഖിറ
ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. വരാനിരിക്കുന്ന ആഖിറത്തിന്റെ അല്ലെങ്കിൽ പാരത്രിക ലോക ജീവിതമാണ് യഥാർത്ഥത്തിൽ എന്നെന്നും ബാക്കിയാകുന്ന ഏറ്റവും ഖൈറായ സംഗതി ആഖിറമാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഇത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രമുള്ള കാര്യമല്ല, അവരോട് മാത്രം പറയുന്ന കാര്യമല്ല. നേരെ മറിച്ച് മോസസ് അലൈഹിസ്സലാം അഥവാ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ദഅവത്ത് നടത്തിയ കാലത്ത് മൂസാ നബിയുടെ ഏടിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് അഥവാ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഊർപട്ടണത്തിൽ വന്ന്, ഇറാഖിലെ ഊർപട്ടണത്തിൽ വന്ന് അവിടെ നിന്ന് നടന്ന് ഫലസ്തീനിലേക്ക് എത്തി, അവിടെ നിന്ന് നടന്ന് ഈജിപ്തിലെത്തി, അവിടെ നിന്ന് നടന്ന് മക്കത്തേക്ക് എത്തി. അങ്ങനെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ മുന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പറഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്ക് എത്തിച്ച, ജനങ്ങൾക്ക് ഓതിക്കൊടുത്ത ഏടിലും ഈ സംഗതി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഏടിലുള്ള സംഗതിയാ നിങ്ങളോടും പറയുന്നത് എന്ന് സൂറത്തുൽ അഅലയിൽ അല്ലാഹു പറഞ്ഞ അതേ കാര്യം മറ്റൊരു രൂപത്തിൽ അല്ലാഹു സൂറത്തുൽ നജ്മിൽ പറഞ്ഞില്ലയോ? അവിടെ അല്ലാഹു ആദ്യം മൂസാ നബിയുടെ പേര് പറഞ്ഞു, പിന്നെ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞു. അവിടെ ആദ്യം മൂസാ നബിയുടെ പേര് പറഞ്ഞു, പിന്നെ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞു. സൂറത്തുൽ അഅലയിൽ ആദ്യം ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞു, രണ്ടാമത് മൂസാ നബിയുടെ പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞ തർത്തീബിൽ മാത്രമാ സൂറത്തു നജ്മിലെ വ്യത്യാസമുള്ളത്. അംലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസാ വ ഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വ അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ വ അന്ന സഅയഹു സൗഫ യുറാ. ഒരായുസ് മുഴുവനും ഇരുന്ന് ആലോചിക്കേണ്ട ഖുർആനിലെ വചനമല്ലയോ? എന്തേ റബ്ബ് മുഹമ്മദ് നബിയോട് ചോദിക്കുന്നത്? അം ലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസാ, മൂസാ നബിയുടെ ഏടിലുള്ള കാര്യം നബി അവർക്ക് താങ്കൾ പറഞ്ഞു കൊടുത്തില്ലയോ? വ ഇബ്രാഹീം അല്ലദീ വഫാ, തന്റെ ദൗത്യം മുഴുവൻ പൂർത്തിയാക്കിയ അബ്രഹാം പ്രവാചകന്റെ വലിയ വലിയ
വഅഅമാലിക്കും നിന്റെ പ്രവർത്തനങ്ങളിലേക്കാണ് റബ്ബ് നോക്കുന്നത്. അപ്പൊ റബ്ബിന്റെ നോട്ടം ചെല്ലുന്നത് അതേ ഖൽബിലാണ്, ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ സലാമത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കാറുണ്ട്. പലവിധ വിറ്റാമിനുകൾ നമ്മുടെ അകത്തേക്ക് വിടാറുണ്ട്, ശരീരത്തെ പരിപാലിക്കാറുണ്ട്. പക്ഷേ ഫഇന്നൽ അയ്യാമ തഫ്നാ വൽ അബ്ദാന തബ്ലാ, ദുനിയാവിലെ ഓരോ സെക്കൻഡുകളും കത്തിയെരിഞ്ഞു തീരാനുള്ളതാണ്. മാത്രമല്ല വൽ അബ്ദാന തബ്ലാ, നമ്മുടെ ശരീരം നശിച്ച് അതേ മണ്ണോട് മണ്ണ് ചേരാനുള്ളതാണ്.
വന്നു പോകുന്നുവോ, എന്റെ സംസാരത്തിൽ വന്നു പോകുന്നുവോ, റബ്ബേ നിനക്ക് ഇഷ്ടമില്ലാത്തത് എന്റെ ഇടപാടിൽ വന്നു പോകുന്നുവോ, എന്റെ കച്ചവടത്തിൽ വന്നു പോകുന്നുവോ, അല്ലാഹുവേ എന്റെ പെരുമാറ്റത്തിൽ വന്നു പോകുന്നുവോ എന്ന ഭയം അവന്റെ കൽബിലുണ്ട്. വഹുബ്ബുഹു കുല്ലുഹു ഫില്ലാഹ്, അവന്റെ ഇഷ്ടം അല്ലാഹുവിന്റെ കാര്യത്തിലാണ്. അവൻ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. വബദനുഹു
അതിന് ഉറച്ച തൗഹീദ് വേണം. സലഫി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സലഫിയാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല, SKSM-ലാ ഞാനുള്ളത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ KNM-ന്റെ പ്രവർത്തകനാന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ഉറച്ച തൗഹീദ്, ശക്തമായ തൗഹീദ്, ജീവിതത്തിന്റെ സർവഭാഗത്തും നമ്മൾ സ്വീകരിക്കേണ്ട തൗഹീദ്, ശിർക്കിനോട് അളവ് അടുപ്പമില്ലാതെ വിഭാടനം ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് നിന്ന് അല്ലെങ്കിൽ തന്റെ കണ്ണെത്തുന്നിടത്ത് നിന്ന് ശിർക്ക് അകറ്റി നിർത്തിയിട്ട് പൂർണ്ണമായി അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ അന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു, അന്ന് നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ നേരിന്റെ പാതയിലേക്ക് നടന്നു വരാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റബ്ബേ റഹ്മാനേ, ഇവിടെ ഞങ്ങൾ കൂടി നിന്റെ ദീൻ സംസാരിച്ചു. റബ്ബേ തൗഹീദ് ഞങ്ങൾ പറഞ്ഞു, ശിർക്ക് ഞങ്ങൾ മാറ്റി നിർത്തണമെന്ന് ആഹ്വാനം ചെയ്തു. റബ്ബേ ഞങ്ങളുടെ ഖൽബിനെ ആ രൂപത്തിൽ പരിശുദ്ധപ്പെടുത്തി